എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിയോട് ചതിയുടെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറഞ്ഞു ഇതെല്ലാം മനസ്സിലിട്ടുകൊണ്ടല്ലേ നീ ഇത്ര കാലം പെരുമാറിയത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല, ഇപ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. പാമ്പ് മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഓരോ സത്യങ്ങൾ പുറത്തേക്ക് വരുമല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ സംഭവിച്ചാലും അമ്മയുടെ മോള് ദന്തഗോപുരത്തിൽ നിന്നും ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. അവൾ ഡിവോഴ്സിന് പോവാണ്, കുടുംബ വക്കീലിനെയൊക്കെ കണ്ടു എന്നാണ് പറഞ്ഞത്. അവൾക്ക് കൈയും കാലും ഇല്ലെങ്കിലും കോടതി വരെ എത്താനുള്ളതൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. താമസിക്കാതെ ഡിവോഴ്സ് നേടും എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് ആകെ ടെൻഷനാണ്. ഇങ്ങനെ ഞെട്ടി നോക്കുവാണ് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക്. അന്നേരം അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ, അമ്മ ആരും ഒന്നും അറിയിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശിവൻ കയറി വരുന്നത്. അപ്പോൾ ശിവനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ശിവേട്ടാ, നിങ്ങൾ അമ്മയൊന്നും അറിയിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മയോട് പറഞ്ഞാലും അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറയാത്തത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. വൈജയുടെ പണ്ടത്തെ കാലത്തെ ജീവിതം തൊട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ അമ്മയുമായിട്ട് സംസാരിക്കുമായിരുന്നു എന്നിങ്ങനെ പറയും. അന്നേരം പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ ശിവനിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശിവേട്ടൻ പേടിക്കുമൊന്നും വേണ്ട, അലീന എൻ്റെ മകളല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറയുന്നുണ്ട്. മുത്തശ്ശി അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ വേറെ ഒന്നും കൊണ്ടും പറഞ്ഞതല്ല, മനസ്സിലൊന്നും വെച്ചിട്ടും പറഞ്ഞതല്ല. അത്രത്തോളം വേദന മനസ്സിലുണ്ട്, അതുപോലെ വിങ്ങുന്നുണ്ട് നെഞ്ച്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടല്ലേ സ്നേഹിച്ചത്, അങ്ങനെയല്ലേ നോക്കിയിരുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് ബാലേന്ദ്രൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ശിവൻ പറയും, നമുക്ക് പുറത്ത് പോയിരുന്ന് സംസാരിക്കാം എന്ന്. അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകുമ്പോഴും ആകെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന മുത്തശ്ശിയെ കാണിക്കുന്നത്. എന്തായാലും ശിവൻ പുറത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത് എന്നറിയത്തില്ല. കോടതിയും കേസും വക്കീലന്മാരും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. നല്ലൊരു വക്കീലിനെ പോലും എനിക്കറിയത്തില്ല. എനിക്കെന്തെങ്കിലും ലീഗൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഗോവർദ്ധനാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ശിവേട്ടൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അതിജീവിതം മൊഴിമാറ്റി പറയുക. അതല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. മറ്റു കേസിലാണെങ്കിൽ തെളിവുകൾ വേണം, പക്ഷേ ഈ ഒരു കേസിൽ അതിജീവിതയുടെ മൊഴി മാത്രം മതി, പ്രത്യേകിച്ച് തെളിവുകളൊന്നും വേണ്ട. അങ്ങനെ ഒരു കേസായി പോയില്ലേ. അതുകൊണ്ട് തന്നെ പല വക്കീലന്മാരെയും അതുപോലെ വലിയ രാഷ്ട്രീയക്കാരെയും എല്ലാം ഇവർ പോയി കണ്ടു. അത് അവരൊക്കെ കണ്ടിട്ടും വലിയ മാറ്റമൊന്നുമില്ല. കാരണം കേസ് ഇപ്പം ഭയങ്കരമായിട്ട് ചൂട് പിടിച്ചിരിക്കുന്ന സമയമല്ല. അതുകൊണ്ട് കുറേ കഴിയുമ്പം കേസ് കോടതിയിലേക്ക് വരുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ഒന്ന് കെട്ടടങ്ങും, അന്നേരം എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സാധാരണക്കാർക്ക് ബാധകമായിട്ടുള്ളോ? ഇതിനു മുമ്പും പല രാഷ്ട്രീയക്കാരും പീഡനത്തിൽപ്പെട്ടിട്ടുണ്ട്, അവരെ ആരും ശിക്ഷിച്ചിട്ടില്ല. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അതിജീവിതയുടെ മൊഴി അവിടെ ആരും വിലക്കെടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, അതിനകത്ത് പല തിരിമറികളും നടക്കുന്നുണ്ട്. ചിലപ്പം അവർ ജഡ്ജിയോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ ജഡ്ജി അവധിക്ക് പോകും. അപ്പോൾ കേസ് മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് അതിജീവിതയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കുകയോ ഒക്കെ ചെയ്ത് അവരുടെ മൊഴി മാറ്റും. അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതിലൊക്കെയാണ് നമുക്ക് പ്രതീക്ഷ. കാശ് വാരി എറിഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിച്ചെടുക്കണം, അതിനെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ജയിലിൽ പോയി കണ്ടില്ലേ ഹരിയെ, എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന്. അന്നേരം ശിവൻ പറയുവാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ല, ഭക്ഷണം കിട്ടുന്നുണ്ട്, പണിയെടുക്കണ്ട, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇതെന്താ ശിവേട്ടൻ ഈ പറഞ്ഞു വരുന്നത്, ഹരി അവിടെ ഹാപ്പിയാണ് എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല, എങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് രോഹിത്തിനെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങളാരും വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വരുന്നില്ല, ഹരിയനെ അവർ പോയി കണ്ടു, ഇനിയിപ്പം ബാലേന്ദ്രൻ പോകും എന്ന് പറയുന്നു. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കമല ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് അലീനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ മേലായിരുന്നു. അവളിപ്പോൾ 2 പ്രാവശ്യം പോയല്ലോ കോളനിയിൽ, അവൾക്ക് ശരണ്യോട് സംസാരിക്കാൻ മേലെ, അങ്ങനെ അവരെ രോഹിത്തിനെയും ഹരിയും രക്ഷിച്ചെടുക്കാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, അലീൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടില്ല എന്ന് പറയുമ്പം കമല പറയുവാണ്, അവൾക്ക് കുടുംബക്കാരോട് സ്നേഹമുണ്ടെങ്കിൽ അവൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തേനെ, ആരും പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവളുടെ കുടുംബമോ, ഏതാ അവളുടെ കുടുംബം, ഇതാണോ അതോ കടപ്പാട്ടൂരാണോ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് എങ്ങനെയാണ് ശിവേട്ട എന്ന് ചോദിക്കുമ്പം ശിവനൊന്ന്
പതറും. എന്നിട്ട് ശിവൻ പറയുവാണ്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും കുട്ടികളെ രക്ഷിച്ചെടുക്കണം, അതിനെപ്പറ്റിയല്ലേ സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അലീന ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശരണ്യയുടെ വീട്ടുകാരോടോ ഒന്ന് സംസാരിച്ചാൽ മതി, എത്ര പണം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനെ ഈ പണിക്കൊന്നും കിട്ടത്തില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും. എന്നാലും ഞാൻ പോവുകയാണ് എന്ന് പറയും. എന്നിട്ട് മനു എന്തെന്ന് ചോദിക്കുന്നുണ്ട്. മനു വന്നതിന് ശേഷം കണ്ടു സംസാരിച്ചൊന്നും ഇല്ലല്ലോ. അവൻ മുകളിലുണ്ടെന്ന് പറയും. അവൻ മനുവിനെ കാണാനായിട്ട് ബാലേന്ദ്രൻ മുകളിലോട്ട് കയറിപ്പോരുവാണ്. ദേഷ്യവും പുച്ഛവും ഒക്കെ വരുന്നുണ്ട് കമലയ്ക്ക്. ഇതിനിടയ്ക്ക് കമല ചായ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അതിന് ചായ വേണ്ട എന്ന് പറയും. അന്നേരം ബാലേന്ദ്രനോട് ശിവൻ പറയുന്നുണ്ട്, ഒരു ചായയല്ലേ കുടിക്ക് ബാല എന്ന് പറയുമ്പോൾ, വേണ്ട, എനിക്ക് വേണ്ടാത്ത ചായ ഞാൻ കുടിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എങ്ങനെ ദേഷ്യമുണ്ട് കമലയ്ക്ക്. കമല അന്നേരം എടുത്ത വായിക്ക് ചോദിക്കുന്നത് അലീനയുടെ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ എന്നാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, അലീനയുടെ മാത്രമല്ല കൃഷ്ണമോൾ ഇട്ട് തരാറുണ്ട്, അത് ഞാൻ കുടിക്കാറുണ്ടെന്ന് തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിൽ കിടക്കുവാണ് കമലയ്ക്ക്. അതുകൊണ്ട് തന്നെ കമലയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. കമല തുള്ളിച്ചാടി അടുക്കളയിലേക്കാന്ന് തോന്നുന്നു അങ്ങ് പോകുന്നു. ബാലേന്ദ്രൻ നേരെ മനുവിനെ കാണാനായിട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയം മനു റൂമിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ബാലേന്ദ്രൻ റൂമിലേക്ക് വരുന്നത്. റൂമിലോട്ട് വന്ന് കയറിയിട്ട്, നീ ഇപ്പം ഇവിടെയാണോ എല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം, 2 ആഴ്ചയായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ്, കൊച്ചിക്ക് പോയില്ല, എറണാകുളത്തിന് പോയില്ല എന്ന് പറയുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, പിന്നെ കൊച്ചച്ഛനും അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്, അല്ലാതെ നമ്മളെല്ലാം സഹിച്ചല്ലേ ആങ്ങളെ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ പോലെ തന്നെയാണ് ഞാനും, കുറച്ച് പ്രായം കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, എന്ത് കാര്യവും ഞാൻ തന്നെ ചെയ്യണം, ലീഡ് ചെയ്യാനും മുന്നിൽ നടക്കാനും ഒരാളുണ്ട് എങ്കിൽ പുറകെ പോയാൽ മതിയായിരുന്നു, പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു, ഇപ്പം അങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, അലീന ഇല്ലേ എന്ന്. അന്നേരം അലീനയുണ്ട്, അവളൊരു പെൺകുട്ടിയല്ലേ, അവൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അതും ഒരു പ്രശ്നമാണ് എന്ന് പറയും. അന്നേരം മനു പറയുക, ലിമിറ്റേഷൻസ്, കഴിഞ്ഞ ദിവസം ആ കോളനിയിലേക്ക് പോയത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്, അവൾ അത് ഇത്തിരി കടന്ന കൈയായി പോയി എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അത് നേരാണ്, അവിടേക്ക് പോയ സമയത്ത് അവർ തീ വെച്ച് കൊന്നു കളഞ്ഞേനെ, തലനാരി ഇഴക്കല്ലേ രക്ഷപ്പെട്ടത്, അവളിപ്പം എങ്ങനെയൊക്കെ ചാരിറ്റി ചെയ്യുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാലും അവൾ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്, സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർക്ക് സംശയം തോന്നും, അതാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നു. പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഉച്ച കഴിഞ്ഞ് ജയിലിൽ പോകുന്നുണ്ട് രോഹിത്തിനെ കാണാൻ, നീ വരുന്നുണ്ടോ എന്ന്. അന്നേരം മനു പറയും, എന്നെ വിളിച്ചാൽ മതി, വർക്ക് തീരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയും. തന്നെ പോകണ്ട എന്നൂടെ പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയും, തന്നെയല്ല, എൻ്റെ കൂടെ അലീനയുണ്ട്, അവൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ കൂടെ വരും എന്ന് പറയുമ്പം അവൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെ പോകാനും യാതൊരു മടിയില്ല എന്ന് മനു പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് അങ്ങനെ ഒരു ജന്മമാണ്, അവൾക്ക് ഒന്നും അടക്കി പിടിക്കാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല, കയ്യിൽ കുറച്ച് കരുണയും സ്നേഹവും മാത്രമേ ഉള്ളൂ, അത് വേറെ ആർക്കും തട്ടിയെടുക്കാനും സാധിക്കില്ല, അതുകൊണ്ട് അവൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നു. ഏതായാലും ഉച്ച കഴിഞ്ഞ് 3 പേരൂടെ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് അവർ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ബാലേന്ദ്രൻ്റെ കൂടെ ചെല്ലുന്നു. കാറിൽ കയറ്റി യാത്രയാക്കിയതിന് ശേഷമാണ് മനു തിരിച്ചു കയറി പോരുന്നത്. പിന്നെ കാണിക്കുന്നത് ശരണ്യയുടെ വീട്ടിലേക്ക് സമുദായ നേതാക്കൾ എല്ലാവരോടും ചെല്ലുന്നതാണ്. അവരോട് ചെന്നിട്ട് ശരണ്യയുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്, ഈ കേസിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങളൊരു ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുമ്പം ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് എല്ലാവരും ഇവിടെ വന്ന് പറയുന്നത്, പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്ന്. അന്നേരം അങ്ങനെ പറയും, ഇത്ര നാളും ഓരോരുത്തർ പറഞ്ഞ പോലെയല്ല, ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെ പറയുന്നു. അത് കഴിഞ്ഞ് ശരണ്യ ഒന്ന് കാണണം, അവൾക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം, അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയുന്നു. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പം ശരണ്യ കിടക്കുമായിരുന്നു. അച്ഛൻ വന്ന് ശരണ്യെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തും. അത് കഴിഞ്ഞ് ഇത് സമുദായ നേതാക്കളാണ് എന്ന് പറയും. അതിലുണ്ടായിരുന്ന ഒരാൾ ശരണ്യോട് സംസാരിക്കുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇത് നമ്മുടെ സമുദായത്തിന് നേരെ ഉണ്ടായ കടന്നുകയറ്റമായിട്ട് തന്നെ ഞങ്ങൾ കാണും, അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകും, വൈദ്യസഹായമോ അല്ലെങ്കിൽ കോടതിയിൽ നിയമസഹായമോ എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി, പ്രോസിക്യൂഷനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അത് പോരാ എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു വലിയ വക്കീലിനെ വെക്കാൻ വരെ തയ്യാറാണെന്നൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോഴും വെറുതെ കേട്ടിരിക്കുന്നേ ഉള്ളൂ ശരണ്യ. അതുകൊണ്ട് കൂടെ ഒരു സ്ത്രീയുടെ ഉണ്ട്, അവരോട് സംസാരിക്കാൻ പറയും. അന്നേരം അവരും ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് ശരണ്യോട് ചോദിക്കുന്നുണ്ട്, എത്ര പേരാണ് പീഡിപ്പിച്ചത് എന്ന് മോൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന്. അന്നേരം അവരെടുത്ത് ചോദിക്കുവാണ്, 4 പേര് മാത്രമേ ഉള്ളോ, വേറെ ആരെങ്കിലും ഉണ്ടോ, ഒരാൾ പോലും രക്ഷപ്പെടരുത്, അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പം ഇല്ല എന്നുള്ള രീതിയിൽ ശരണ്യ തലയാട്ടുന്നുണ്ട്. അങ്ങനെ അവർക്കുള്ള എല്ലാ സഹായവും ചെയ്യാം, കൂടെ നിൽക്കാം, ശരണ്യനെ തിരിച്ചു കൊണ്ടുവരാം, അവളുടെ പഠിപ്പിനും അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും
ചെയ്യുന്നതിനും വേണ്ടിയാണ് അവർ ഫണ്ട് രൂപീകരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് നല്ലൊരു സഹായമാവും എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പോകാൻ തുടങ്ങുവാണ്. പോകുന്നതിന് മുമ്പ് ശരണ്യയുടെ അച്ഛനോട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ തരണം, കിട്ടുന്ന പൈസ അക്കൗണ്ടിലൊക്കെ ഇട്ട് തരാം, അത് നിങ്ങൾക്ക് ആശ്വാസമാകും, എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലൊരു തുക തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പോകുമ്പം ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്ന ശരണ്യെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.